കലക്കണം അവന് കയറി വരും കേട്ടാ. ഓക്കെ മനസ്സിലായി. ഞാൻ പിഷാരടി കയറി വരും. ഓ തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ ഞാൻ പ്രസാദ് സാറോട് ഉണ്ടെന്ന് പറഞ്ഞ വന്ന് ഒന്ന് കാണണം. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്. ഗൾഫ് പ്രോഗ്രാം ഒക്കെ ഇപ്പോൾ ആയി വരുന്നു. ഇപ്പം സീസൺ ശരിയല്ലല്ലോ. ഉടനെ ആവുകയാണെങ്കിൽ നടത്താം അല്ലേ? നടത്താം. അപ്പോൾ ട്രിപ്പിനെ കുറിച്ചുള്ളൊരു സംസാരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ വന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ കേസ് വലിയ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇനി വിദേശ രാജ്യങ്ങൾ നോക്കാം. ഗൾഫ് വരുന്നുണ്ട്. പ്രോഗ്രാമൊക്കെ നോക്കാം. ശരിക്കും ഈ ട്രിപ്പ് ഗൾഫിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും? ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 18 പേരുണ്ട്. 18 പേര്. അല്ല, നമുക്ക് ഗൾഫിലേക്ക് എല്ലാവരും കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നും കൂടി കുറച്ചൊക്കെ 12 പേരായിട്ട്. 12 പേര്. അപ്പം മൊത്തം ഒരു 13 ടിക്കറ്റ് വേണ്ടി വരും അല്ലേ? അല്ല, 12 പേര്. 12 ടിക്കറ്റ് മതി. അല്ല, 13 വേണ്ടി വരും. 12 മതി. 12 ടിക്കറ്റ് മതി. 12 പേരല്ലേ പോകുന്നത്? അല്ല, ഞാനും ഉണ്ടാവും കൂടെ. നിങ്ങളും വരുന്നുണ്ടോ? ഞാനുണ്ട്. എനിക്കിവിടെ വെറുതെ നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാനും കൂടി ചേരും. അല്ല, പലപ്പോഴും സ്പോൺസർമാർ കൂടെ വരാറുണ്ട് ഞങ്ങളുടെ കൂടെ. അറിഞ്ഞില്ല. എപ്പോഴാണ് ട്രിപ്പ്? എന്ത്? അല്ല, ചേട്ടൻ്റെ പ്രോഗ്രാം അത് നിങ്ങളല്ലേ തീരുമാനിക്കണ്ടേ? നിങ്ങളല്ലേ സ്പോൺസർ? അല്ല, എനിക്ക് കൂടെ വരാനാ ട്രിപ്പിന് അങ്ങോട്ട്. ഞാനുണ്ടാവും അവിടെ പരിപാടിക്ക് വരാൻ, നമ്മുടെ കൂടെ പെർഫോം ചെയ്യാൻ. ചേട്ടാ, ഇവിടെ തന്നെ എത്രയോ എപ്പിസോഡുകളായി യാതൊരു പെർഫോമൻസും കാഴ്ചവെക്കാതെ പറ്റിക്കൂടി നിൽക്കുന്ന ഒരാളാണ്. വരാറുണ്ട് പുള്ളി. ഈ ഷോയിൽ സ്ഥിരമായിട്ടുണ്ട്. പക്ഷെ ചേട്ടൻ അദ്ദേഹത്തിനെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു കഴിവ് വേണം നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ട്. അല്ല, കഴിവുണ്ടല്ലോ എനിക്ക്. നല്ല എന്താ ചെയ്യേണ്ടത്? ഞാൻ പാരഡി നന്നായിട്ട് പാടും. എഴുത്തൊക്കെ ഉണ്ട് എനിക്ക്. എഴുത്ത് രചന അതൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. ആർക്ക് ഗുണം ചെയ്യും? അല്ല, നമ്മുടെ ട്രിപ്പിന് ഗുണം ചെയ്യും. എങ്ങനെ പാരഡി ഒന്ന് പാടുമെന്ന്? പാരഡി പാടാം. ഏത് പാട്ടാണ്? സൂര്യാംശം ഓരോ വയൽപ്പൂവിലും തുടങ്ങുന്ന. വിഷാംശമോരോ പഴത്തോടിലും തേച്ചു പിടിപ്പിച്ചുവോ, ഹേമന്ത് തന്നൊരു ഫ്രൂട്ട് സലാഡിൽ കാർബണിൻ്റെ ഹോർമോണുകൾ. എൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥന ഒന്നു മാത്രം, ജീവിച്ചിരിക്കുന്നു ഞാൻ ഭൂമിക്കു ഭാരമായി. സാധാരണ ഇത്തരം പാട്ടുകൾക്കൊന്നും പാരഡി ഉണ്ടാക്കാറില്ല. ഫാസ്റ്റ് സോങ്ങുകൾക്കാണ് സാധാരണ. സൂര്യാംശുവിന്റെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചിരി വന്നൊരു പാരഡി ആയിരുന്നു. ഗംഭീരമായി. ഇപ്പോഴെങ്കിലും അംഗീകരിച്ചല്ലോ, സന്തോഷമുണ്ട്. നെക്സ്റ്റ് ഒരു പാട്ട് കൂടി പറഞ്ഞപ്പോഴത്തേക്ക് ഇനിയും പാട്ടുണ്ട്. അല്ല, ഒരു നല്ല പാടും. പക്ഷെ അത് നിങ്ങളൂടെ ഒന്ന് വരണം. കോറസ് ഉണ്ട് ആ പാട്ടില്. ആയിക്കോട്ടെ, വരാം. ചുണ്ടലി നീയും കല്ലലി ഞാനും ചേർന്നു നിന്നാൽ കപ്പമാണ്ടാം. കല്ലലി നീയും ചുണ്ടലി ഞാനും ചേർന്നു നിന്നാൽ കപ്പമാണ്ടാം. കൊന്തം വല്ലും വെച്ച് മാന്തി ചെല്ലും നേരം താണ്ടെ കിടക്കുന്നു മന്ദം കപ്പ 2 ചുണ്ടലി നീയും കല്ലലി ഞാനും ചേർന്നു നിന്നാൽ കപ്പമാണ്ടാം. ഓക്കെ. അപ്പോൾ ഏതായാലും അടുത്ത ട്രിപ്പിന് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും ഗൾഫിൽ. അത് മതി. പ്രസാദം പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും. നമ്മൾ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഡയാനെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമ്മുടെ കടലിനക്കരെ കാണിച്ചിട്ടുള്ള ഒരാളാണ് പ്രസാദേട്ടൻ എന്ന് പറയുന്ന ഒരാൾ. ഞാനും അദ്ദേഹത്തിൻ്റെ ട്രിപ്പുകളിൽ പോയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് മിമിക്രിയിലെത്തുന്ന ഏതൊരു കലാകാരൻ്റെയും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ്. അത് ഒരു കാലഘട്ടത്തിലല്ല, ഇപ്പോഴും അത് സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ സ്റ്റേജ് പ്രോഗ്രാമുകളിൽ അന്ന് പ്രസാദേട്ടൻ്റെ സമകാലീനരായ പലരും ഇതര മേഖലകളിലേക്ക് പോയപ്പോഴും സ്റ്റേജിനെ മുറുക്കി പിടിച്ച് ഇപ്പോഴും വേദികളിൽ നിന്ന് വേദികളിലേക്ക് പാറിപ്പറക്കുന്ന പ്രസാദേട്ടൻ്റെ ഈ വേദിയിലെ സാന്നിധ്യത്തിന് ആത്മാർത്ഥമായി നന്ദി പറയുന്നു. താങ്ക് യു പ്രസാദ. 2 വാക്ക്. അപ്പോൾ ഈ ഷോ വളരെ മനോഹരമായിരുന്നു. മാത്രമല്ല, നമ്മുടെ പ്രൊഫഷൻ എന്തായാലും, സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയാലും ഡാൻസർ ആയാലും അതുപോലെ ഡോക്ടറായോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിക്കോട്ടെ, നമ്മളൊരു 4 പേര് കൂടുന്നിടത്ത് നമ്മുടെ കയ്യിലൊരു പടക്കത്തിനുള്ളൊരു സാധനം വേണമെന്ന് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു ഷോയാണ് നമ്മുടെ വൺസ് അപ്പോൺ എ ടൈം.